ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടും. നമുക്ക് മാവ് പൊടി വെച്ചുണ്ടാക്കാൻ പറ്റുന്നൊരു മസാല ദോശയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് മാവ് പൊടിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് മാവ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഇത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറും പച്ചവെള്ളം ഉപയോഗിച്ചാട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. പിന്നെ അത് ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കുഴച്ചെടുത്ത് ഇതേപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് തയ്യാറാക്കാനുള്ള ഫില്ലിങ്ങിനായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ഉരുളക്കിഴങ്ങിനകത്ത് ഞാൻ സബോളയും മഞ്ഞൾപ്പൊടിയും പത്തലമുളകും ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് കടുക് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ വെള്ളത്തോടു കൂടിയുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വേറെ ഒരു മസാലകളും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പത്തലമുളകും മഞ്ഞൾപ്പൊടിയും സബോളയും ഉപ്പും മാത്രമേ ഉള്ളൂ. നമുക്കിത് നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് തവി വെച്ച് ഇതേപോലെ ഞെക്കി ഉടച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്കിന്ന് വാങ്ങി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം മാത്രം നമ്മുടെ മാവ് അവിടെ ഇരുന്നാൽ മതിയേ. ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത് കണ്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി സ്വല്പം എണ്ണ ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചാണ് കൊണ്ട് അത്രയും അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അങ്ങ് വട്ടം നമ്മളെടുത്തപ്പോഴത്തേക്കും ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാം. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാട്ടോ. പിന്നെ നമ്മുടെ മാവ് ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്കൊരു സൈഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കി ഇത് നന്നായിട്ട് ഇത് നിറച്ച് ഞാൻ ഒരു സൈഡ് ഫുള്ള് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മടക്കി സൈഡിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ വെച്ച് മടക്കിയിട്ട് ശരിയായില്ല കേട്ടോ. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്തത് ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിനേക്കാൾ നല്ല രീതിയിൽ നമ്മുടെ ദോശ നന്നായിട്ട് കിട്ടി രണ്ടാമത്തെ ഇതിലാട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ വേവിച്ച് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് ശരിയാക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇതേപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മുഴുവൻ ഇതേപോലെ നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം കാണാം കേട്ടോ. നമ്മൾ സൂപ്പർ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റും നല്ലൊരു മസാല ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ദോശയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടോ. നമ്മൾ ആ കറി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അത് ചെറു ചൂടോടുകൂടി തന്നെ കഴിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.